യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ, when Jesus died on the cross of Calvary, സംഭവിച്ച പല അനുഗ്രഹങ്ങളുണ്ട്. there are several blessings that he gave to mankind through it. പാപം മാറി, forgiveness of sins, നമ്മളെ നീതീകരിച്ചു. he made us righteous. ശാപം മാറി, He took away our curses. നമ്മുടെ അനുഗ്രഹം നമ്മുടെ മേൽ വെളിപ്പെട്ടു. His blessing was revealed upon us. യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ, When Jesus died on Calvary, മരിച്ചത് പാപത്തെ മാറ്റാനാണ്. he died to remove our sins. വിശ്വസിക്കുന്നവരുടെ മേൽ നീതി വെളിപ്പെടും. And to them who believe, he made them അവൻ righteous. മരിച്ചപ്പോൾ നമ്മുടെ രോഗം മാറി ആരോഗ്യം വെളിപ്പെടുന്നു. Amen. He removed sickness and gave us health. 3 ദാരിദ്ര്യത്തെ അവൻ എടുത്തു മാറ്റി. And he removed poverty from us. യേശു നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റിയോ? Has he removed poverty from you? ബൈബിൾ പറയുന്നു, The Bible says, കൊരിന്ത്യർ ലേഖനം 8:9 പറയുകയാണ്, 2 Corinthians chapter 8 and verse 9 says, അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി മാറി. he was rich, yet for our sake he became poor. യേശു ജനിച്ചപ്പോൾ ദരിദ്രനായിരുന്നോ? When Jesus was born, was he poor? യേശു ജനിച്ചപ്പോ, When Jesus was born, യേശുവിനെ കാണാൻ വന്നവർ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? the people who came to see Jesus, he came to ask a question. അവൻ ജനിച്ചപ്പോഴേ രാജാവായിട്ടാ He was ജനിച്ചത്. called as a king of the Jews when he was born. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. And we saw his star from east. ഞങ്ങൾ അവനെ നമസ്കരിക്കാൻ വന്നതാ. And we have come to worship him here. ഏതാണ്ട് 2 വർഷത്തോളം എടുത്തു ആ സമയം. And it was 2 years after he was born that അവിടെ this happened. വന്നിട്ട് അവര് പൊന്നും മൂരും കുന്തിരിക്കവും അവന്റെ കാൽക്കൽ സമർപ്പിച്ചു. And they gave gifts of frankincense, myrrh and gold. യേശു ഒരിടത്തും പറഞ്ഞില്ല ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് നടത്തണ്ട, കാരണം സാഹചര്യം മോശമാണെന്ന് പറഞ്ഞില്ല. 5 അപ്പമേ ഉള്ളെങ്കിലും 5000 കൊടുത്തിട്ട് അവൻ അതിന് ശേഷിപ്പ് വരുത്തി. Jesus never depended on the circumstances. He took 5 loaves and 2 fishes and he blessed it and gave 5,000. യേശു പലപ്പോഴും പറഞ്ഞു, ദരിദ്രർ നിങ്ങളുടെ അടുക്കൽ ഉണ്ടല്ലോ. You have the poor among you. അതിനർത്ഥം ഞാൻ ദരിദ്രനാന്നല്ല. That doesn't mean you are poor. എന്നാൽ ഒരു സന്തോഷ വാർത്ത, Good news to അവൻ you. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദരിദ്രനായി മാറി. He became poor for my sake and your sake. എവിടെയാണെന്നറിയാമോ? Do you know where? അതിനു മുമ്പേ Just before that, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ അറിയണം. let me try to define the word poverty for you. ആവർത്തന പുസ്തകം Deuteronomy 28:48 പറയുകയാണ്, 28 and verse 48 says, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ what is poverty? വിശപ്പ്, Hunger, ദാഹം, thirst, നഗ്നത, nakedness, എല്ലാ ഞെരുക്കം. all kinds of lack. ഇത് ഒരാളുടെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ അവർ ദരിദ്രരാണ്. If you have these in anyone's family, that person is a poor person. വിശപ്പ്, Hunger, ദാഹം, thirst, നഗ്നത, nakedness, എല്ലാ ഞെരുക്കം. and all kinds of lack. യേശു ഇത് എവിടെങ്കിലും അനുഭവിച്ചോ? Did he take these upon himself anywhere? യെസ്. Did he? എവിടെ? Where? കാൽവറി ക്രൂശിൽ. At the cross he took all this upon himself. വ്യാഴാഴ്ച പെസഹ കൂടിയിട്ട് അപ്പം നുറുക്കി പോയതാ, പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. After partaking of the Thursday with his disciples, he did not partake of bread until he died. അതിനുശേഷം യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ്. And after that they are leading him to the cross to be crucified. അവന് വിശന്നു, He was hungry. അവന് ദാഹിച്ചു. He was thirsty. എവിടെ വെച്ച്? Where about? കാൽവറി ക്രൂശിൽ. On the cross of Calvary. അവന്റെ വസ്ത്രം അവർ പറിച്ചു കീറി. They tore away his clothes from his body. അവന്റെ വസ്ത്രം 4ആയിട്ട് പകുത്തെടുത്തു. They divided his garment into 4 parts. മേലങ്കിക്കായിട്ട് ചീട്ടിട്ടു. And they put the gamble for the undergarment. യേശുവിനെ നഗ്നനാക്കി മാറ്റി. They made him naked. കണ്ടോ? കാൽവറിയിൽ യേശു നഗ്നനായി കിടക്കുകയാണ്. Look at Jesus lying naked on the cross. അവൻ വിശപ്പോടെ കിടക്കുകയാണ്. He's lying there hungry. അവൻ ദാഹത്തോടെ കിടക്കുകയാണ്. He's lying there thirsty. എന്തിനാണ് അവൻ കിടക്കുന്നത്? Why is he like that? ഒറ്റ ഉത്തരം, Only one reason. നിന്റെ കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ പിശാചിനെ അടിച്ച് പുറത്താക്കി അവനിലൂടെ വെളിപ്പെട്ട സമ്പത്ത്, സമ്പന്നത നിന്റെ മേൽ വെളിപ്പെടേണ്ടതിനാ. To remove poverty and give you his riches. ചില അമ്മമാരും അപ്പന്മാരും പിള്ളാരോട് പറയും,
Some parents tell their children, നിനക്കറിയാമോ, do you know? വയറ് മുറുക്കി ഉടുത്ത് ഈ കഷ്ടപ്പെട്ട് നിന്നെ വളർത്തിയത് എന്തിനാണെന്നറിയാമോ? ഞാനും എന്റെ വീട്ടുകാരും അനുഭവിച്ച കഷ്ടത നീ അനുഭവിക്കാതിരിക്കാനാണ്. Because we don't want you to go through the hunger that we went through. That's why we work so hard to earn money to feed you. അപ്പന്മാരത് അനുഭവിച്ചിട്ട് മക്കൾക്ക് നന്മ വെളിപ്പെടുന്നത് ഈ ലോകത്തിൽ സാധാരണമാണെങ്കിൽ വേണ്ട, നിനക്ക് വേണ്ടി ദാരിദ്ര്യത്തിന്റെ സകല കഷ്ടതയും അനുഭവിച്ചിട്ട് ഇന്ന് പകൽ പറയുകയാണ്, ആ ദാരിദ്ര്യത്തെ ഞാൻ നിനക്ക് വേണ്ടി അനുഭവിച്ചു, നീയും നിന്റെ തലമുറകളും ആ സമ്പന്നത വെളിപ്പെടുത്തുവാൻ അത് അനുഭവിക്കുവാൻ. If an earthly father so desires to feed his children, how much more Jesus took your poverty away so that you can be wealthy when you live in this life. Amen. Amen. യേശു നമുക്ക് വേണ്ടി ദരിദ്രനായി മാറി. Jesus became poor for me.